1971 ഡിസംബർ 5 ആ രാത്രിയിൽ രാജസ്ഥാനിലെ മരുഭൂമിയിലൂടെ ഒരു തടുത്ത കാറ്റ് ആഞ്ഞു വീശുകയായിരുന്നു. അതിർത്തിക്കപ്പുറം പാകിസ്ഥാൻ പ്രദേശം. ഇരുട്ടിൽ ഒരു ചെറിയ ഇന്ത്യൻ കമാൻഡോ സംഘം നിശബ്ദമായി മുന്നേറും. ശത്രു രാജ്യത്ത് കടന്ന് അവരുടെ സൈനിക പദ്ധതികൾ തകർക്കുക എന്നതായിരുന്നു അവരുടെ വ്യക്തമായ ലക്ഷ്യം. ഈ ദൗത്യത്തിന് നേതൃത്വം നൽകിയത് ഭവാനി സിംഗ് ആയിരുന്നു. അദ്ദേഹം ഒരു കമാൻഡർ മാത്രമല്ല, ജയ്പൂരിലെ അവസാനത്തെ ഔദ്യോഗിക മഹാരാജാവ് കൂടിയായി. എന്നാൽ ആ രാത്രിയിൽ അദ്ദേഹത്തിന് മുന്നിൽ രാജകീയ പദവികളൊന്നും ഉണ്ടായിരുന്നില്ല. യുദ്ധം മാത്രം. എതിരാളികൾ പാകിസ്ഥാൻ സൈന്യവും. പരിമിതമായ വിഭവങ്ങളും കടുത്ത വെല്ലുവിളികളും ഉണ്ടായിരുന്നിട്ടും ഇന്ത്യൻ സ്പെഷ്യൽ ഫോഴ്സ് നിർണായക വിജയം കൈവരിച്ച 1971 ഇൻഡോ പാക് യുദ്ധത്തിലെ പടിഞ്ഞാറൻ മുന്നണിയുടെ കഥയാണിത്. അന്ന് ഇന്ത്യൻ സൈന്യത്തിന്റെ ഉന്നത വിഭാഗമായ 10 പാരാ സ്പെഷ്യൽ ഫോഴ്സിന്റെ കമാൻഡറായിരുന്നു മഹാരാജ ഭവാനി സിംഗ്. കിഴക്കൻ മുന്നണിയിൽ പാകിസ്ഥാന്റെ നില ഭദ്രമാക്കുന്നതിനായി പടിഞ്ഞാറൻ അതിർത്തിയിൽ സമ്മർദ്ദം ചെലുത്തി ഇന്ത്യൻ സേനയെ അവിടെ തളച്ചിടുക എന്നതായിരുന്നു പാകിസ്ഥാന്റെ തന്ത്രം. എന്നാൽ ശത്രുവിന്റെ കോട്ടയിൽ കടന്നു ചെന്ന് അവരെ ഞെട്ടിക്കുക എന്നതായിരുന്നു ഇന്ത്യയുടെ തികച്ചും വ്യത്യസ്തമായ തന്ത്രം. ഡിസംബർ 5 രാത്രി ഭവാനി സിംഗിന്റെ നേതൃത്വത്തിൽ കമാൻഡോ യൂണിറ്റുകൾ നിശബ്ദമായി അതിർത്തി കടന്ന് പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ പ്രവേശിച്ചു. ഇതൊരു സാധാരണ യുദ്ധമായിരുന്നില്ല. വേഗതയും രഹസ്യ സ്വഭാവവും അപ്രതീക്ഷിത ആക്രമണവും ആയുധമാക്കിയ ഒരു സ്പെഷ്യൽ ഫോഴ്സ് ഓപ്പറേഷൻ ആയിരുന്നു അത്. ജലക്ഷാമം, തുറന്ന ഭൂപ്രദേശം, ഏത് നിമിഷവും പിടിക്കപ്പെടാനുള്ള സാധ്യത എന്നിങ്ങനെ മരുഭൂമിയിലെ വെല്ലുവിളികൾ കഠിനമായി. ഇതൊക്കെയാണെങ്കിലും കമാൻഡോകൾ മുന്നോട്ട് നീങ്ങി. മണിക്കൂറുകൾക്കുള്ളിൽ ചക്രോ പ്രദേശത്തും പരിസരത്തുമുള്ള പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റുകൾക്കും കമ്മ്യൂണിക്കേഷൻ സെന്ററുകൾക്കും സപ്ലൈ റൂട്ടുകൾക്കും നേരെ ഇന്ത്യൻ കമാൻഡോകൾ മിന്നലാക്രമണം നടത്തി. ഈ ആക്രമണങ്ങളുടെ വേഗത കണ്ട് ഒരു വലിയ ഇന്ത്യൻ സൈന്യം തന്നെ തങ്ങളുടെ മണ്ണിൽ പ്രവേശിച്ചുവെന്ന് പാക് കമാൻഡ് വിശ്വസിച്ചു. വാസ്തവത്തിൽ ഒരു ചെറിയ സംഘത്തെ ഉപയോഗിച്ച് വലിയ ആഘാതം സൃഷ്ടിക്കുക എന്നതായിരുന്നു സ്പെഷ്യൽ ഫോഴ്സിന്റെ തന്ത്രം. അടുത്ത 4 ദിവസത്തേക്ക് വിശ്രമമില്ലാതെ ഈ ഓപ്പറേഷൻ തുടർന്നു. ബിരാവഹ്, ഇസ്ലാം കോട്ട്, നഗർ പാർക്കർ എന്നീ മേഖലകളിൽ കമാൻഡോകൾ സമ്മർദ്ദം നിലനിർത്തി. ഭവാനി സിംഗ് നേരിട്ട് മുൻനിരയിൽ നിന്ന് ദൗത്യങ്ങൾക്ക് നേതൃത്വം നൽകി. തുടർച്ചയായ ഈ ആക്രമണങ്ങൾ കാരണം പാകിസ്ഥാന്റെ വാർത്താവിനിമയ വിതരണ സംവിധാനങ്ങൾ തകരുകയും അവർക്ക് പല പോസ്റ്റുകളും ഉപേക്ഷിക്കേണ്ടി വരികയും ചെയ്തു. ഏകദേശം 96 മണിക്കൂർ നീണ്ട ഓപ്പറേഷനിൽ ഇന്ത്യൻ കമാൻഡോകൾ ശത്രുവിന് വൻ നാശനഷ്ടങ്ങൾ വരുത്തുകയും നിരവധി സൈനികരെ തടവിലാക്കുകയും ചെയ്തു. വളരെ ചെറിയ നഷ്ടങ്ങളോടെ അവർ ദൗത്യം പൂർത്തിയാക്കി. ലക്ഷ്യം കൈവരിച്ചതോടെ ഭവാനി സിംഗ് ചിട്ടയായ പിൻവാങ്ങലിന് ഉത്തരവിട്ടു. എല്ലാ യൂണിറ്റുകളും സുരക്ഷിതമായി ഇന്ത്യൻ അതിർത്തിയിൽ തിരിച്ചെത്തി. ഈ ധീരമായ നീക്കം പടിഞ്ഞാറൻ മുന്നണിയിലെ പാകിസ്ഥാന്റെ ആക്രമണശേഷിയെ തളർത്തുകയും ഇന്ത്യൻ സൈന്യത്തിന് മാനസികമായ മേധാവിത്വം നൽകുകയും ചെയ്തു. അസാധാരണമായ ഈ നേതൃപാടവത്തിനും ധീരതയ്ക്കും 1972 ജനുവരി 26 ജയ്പൂർ മുൻ മഹാരാജാവ് ബ്രിഗേഡിയർ സവായ് ഭവാനി സിംഗിന് മഹാവീർ ചക്ര നൽകി രാജ്യം ആദരിച്ചു. ഇതൊരു മെഡൽ മാത്രമായിരുന്നില്ല. ശരിയായ നേതൃത്വത്തിന് കീഴിൽ ഒരു ചെറിയ യൂണിറ്റിന് പോലും ഒരു യുദ്ധത്തിന്റെ ഗതി മാറ്റാൻ കഴിയുമെന്ന് തെളിയിച്ച കമാൻഡോ ഓപ്പറേഷനുള്ള അംഗീകാരമായി.